മലബാർ മേഖലയുടെ വിദ്യാഭ്യാസ വകുപ്പ് തുടരുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. ബാറുടമകളോട് കാണിക്കുന്ന അനുകമ്പ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും സർക്കാർ കാണിക്കുന്നില്ലെന്നും PMA സലാം പറഞ്ഞു. SSLC പരീക്ഷ പാസായി തുടർ പഠനത്തിനായി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് നീതി ലഭ്യമാക്കണമെന്നും പ്രശ്നപരിഹാരത്തിനാവശ്യമായ +1 ബാച്ചുകൾ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PMA സലാം. തിരുവിതാംകൂറിനോടും മലബാറിനോടും രണ്ടുതരം നീതിയാണ് വിദ്യാഭ്യാസ വകുപ്പ് തുടരുന്നത്. തെക്കൻ മേഖലകളിൽ ഒരു ക്ലാസ്സിൽ 25 കുട്ടികളാണെങ്കിൽ മലബാർ മേഖലയിലെ ക്ലാസുകളിൽ 60 കുട്ടികളാണ് ഇരിക്കേണ്ടിവരുന്നത്. സീറ്റ് വർദ്ധിപ്പിക്കുകയല്ല, ബാച്ച് വർദ്ധിപ്പിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. അധ്യാപക നിയമനം നടത്താതെ സർക്കാർ ഉരുണ്ടുകളിക്കുകയാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തിയാക്കി ഇഷ്ടക്കാരെ താൽക്കാലിക അധ്യാപകരാക്കുകയാണ്. വീഴ്ചകൾ മറച്ചുവെക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വിവാദങ്ങളുണ്ടാക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും PMA സലാം പറഞ്ഞു. ഓരോരുത്തരുടെയും വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളുടെ എണ്ണം ഓരോരുത്തർക്കും അറിയാം. ഈ രക്ഷിതാക്കളെ പ്രതിഷേധവുമായി വരുന്നത് ഈ പരാതി ഉള്ളത് കൊണ്ടല്ലേ. പിന്നെ പഠിച്ച് പാസ്സായ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ പരാതിയുമായി ഹൈക്കോടതിയിൽ പോവുകയാണ്. അത് സ്കൂളിലേക്ക് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അപേക്ഷയായി പോകുക. ഏതാ ചെയ്യേണ്ടത്? അപ്പോൾ ഇത്തരം കുരുട്ടു ബുദ്ധികൾ കൊണ്ട് കേരളത്തില് ജനങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾക്ക് പരിഹാരമാകില്ല. കാർത്തികേയൻ കമ്മീഷൻ പറഞ്ഞ പോലെ അഡീഷണൽ ബാച്ചുകൾ ഉണ്ടാക്കണം. മരക്കാർ മാറായമംഗലം അധ്യക്ഷനായി. കളത്തിൽ അബ്ദുള്ള, MA സമദ്, PEA സലാം, MM ഹമീദ്, PA തങ്ങൾ, PT മുഹമ്മദ് മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.